ഹലോ ഗൈസ്, രാവിലെ തന്നെ കുളിച്ച് കൂറിയിട്ടിട്ട് എങ്ങിട്ടാന്നല്ലേ ഇന്നൊരു എക്സാം ഉണ്ട്. എക്സാമിന് പിന്നെ കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ടേ. രാവിലെ തന്നെ കുളിക്കാന്ന് വെച്ചു. പിന്നെ എക്സാമിന് പോകുമ്പോൾ ഇന്ന് ദൈവഭക്തി നല്ലതല്ലേ, അപ്പം ഞാൻ അങ്ങനെ കെട്ടിച്ചു. ഞാൻ ചെക്കനെ കൂട്ടിയിട്ട് നേരെ ഇറങ്ങി. തൃശ്ശൂരാണ് എക്സാം. ഒപ്പം ആരുണ്ടല്ലേ, ഒപ്പം ആരുമില്ല. പോണ വൈക്കിൽ മഞ്ചിങ്ങനെ പോണ സമയത്ത് ഞാൻ കൈ കാണിച്ചാൽ വിചാരിച്ചിട്ട് ഒരു ഹെൽമെറ്റ് കയ്യിൽ വെച്ചു. നേരെ വിട്ടു. നേരെ ഞാൻ എക്സാം സെന്ററിലേക്ക് എത്തി. അങ്ങനെ തൃശ്ശൂർ സെന്ററിൽ എത്തിയപ്പോൾ കുറെ അറിയുന്ന കുറെ ഗഡികളെ കിട്ടി. നേരെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ നേരെ എക്സാം ഹാളിലേക്ക് കയറാനുള്ള ശ്രമത്തിലായിരുന്നു. ഹാൾ ടിക്കറ്റും ഫോട്ടോ വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അത് ആധാർ കാർഡ് കയ്യിലെടുത്തിട്ട് ഞാൻ നേരെ മുന്നിൽ പോയി. അപ്പോഴാണ് കുറച്ച് പിള്ളേരെ കണ്ടത്. പക്ഷേ ഇതിന്റെ മുഖം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നേരെ ഉള്ളിലേക്ക് കയറാൻ വെച്ചു. നേരെ ആധാർ കാർഡും അതേപോലെ തന്നെ ഫോട്ടോ ഒക്കെ കയ്യിലെടുത്തിട്ട് നേരെ നടന്ന ശീലമല്ലാതെ എന്നെ 5ാമത്തെ നില വരെ ഇവിടെ നടത്തിച്ചു. നേരെ സ്റ്റെപ്പ് കയറി മേലേക്ക് പോയപ്പോൾ ഫുൾ ചെക്കിങ്. ഒപ്പം ഉണ്ടായിരുന്ന ജീൻസ് പാന്റ് ഇട്ടായിരുന്നു. ജീൻസ് പാന്റിൽ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ബെൽറ്റ് ഇട്ടായിരുന്നു. ബെൽറ്റ് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല പറഞ്ഞിട്ട് അവൻ കയർ കെട്ടിട്ട് ഉള്ളിലേക്ക് കയറിയത്. എന്താ ചെയ്യാലേ, ഭാഗ്യത്തിന് ഞാൻ ട്രാക്ക് സൂട്ട് ഇട്ടായിരുന്നു. അതിൽ വള്ളിയിലോണ്ട് പിന്നെ ഞാൻ കഴിച്ചിലായി. അങ്ങനെ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫുള്ള് അടുത്ത ബാച്ചിലുള്ള ടീംസ് റെഡി ആയി നിൽക്കുന്നു. അതിലാണെങ്കിൽ ഫുള്ള് പെമ്പിള. ശരി, ആ ബാച്ചിലെങ്ങനെ കയറിയാൽ മതി. അപ്പൊ ഞാൻ പരിചയപ്പെട്ട കേട്ടിയേ ഈ എക്സാമിനെ കുറിച്ച് ഒന്ന് വിവരിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്താണെന്നറിയില്ല, എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. ഇന്നൊരു വെള്ളം കുടിച്ചിട്ടാണ് അടുത്ത പരിപാടി. അങ്ങനെ നേരെ കരിമ്പിന്റെ കടയിൽ പോയപ്പോൾ ബായ് എവിടെ പോയാലും ബായ് ആണല്ലോ. ശരി, ഇന്നൊരു ബായിന്റെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് നേരെ വിടാന്ന് വെച്ചു. നേരെ അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് നേരെ ഓർമ്മ വന്നത് ഫുഡ് കഴിച്ചിട്ടില്ല. എന്നാൽ ഫുഡ് കഴിച്ചിട്ടാണ് ഈ പരിപാടി. എനിക്ക് പ്രാന്താ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? എക്സാം പാസ്സാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് അറിയില്ല. ഫുഡിങ് ഡെയിലി ഉണ്ട്. ഫുഡിങ് തന്നെ ഡെയിലി. എക്സാം അപ്ലൈനെക്കാട്ടിന് ചിലവാണ് പോയി വരാൻ. എക്സാമിന് 500 ആയിട്ടുണ്ടെങ്കിൽ പോക്ക് വരവ് ചിലവ് 1500. എന്താ അല്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നാളെ കാണാം.